പ്രേതകഥ ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കഥ പറയുന്നതിന് മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സ് വഴി എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഗോസ്റ്റ് ഐഡിയയിലെ വീഡിയോകൾ കാണാത്തതെന്ന്. ഗോസ്റ്റ് ഐഡിയയ്ക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. ഗോസ്റ്റ് ഐഡിയയുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു. വോയിസ് ഓവർ ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സിനും പറ്റിയതുപോലെ എൻ്റെ ചാനലിലും ചെറിയൊരു പണി കിട്ടി. കാരണം അവർ പറയുന്നത് നമ്മൾ ഫേസ് കാണിക്കാതെ സ്റ്റിൽ ഇമേജ് മാത്രമിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ്. മലയാളത്തിലെ വോയിസ് ഓവർ ചെയ്യുന്ന ഒട്ടുമിക്ക ചാനലുകളും ഇതുപോലെ പ്രോബ്ലത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫേസ് റിവീൽ ചെയ്ത് വീഡിയോ ചെയ്യുന്നത്. ആദ്യമൊക്കെ ഫേസ് കാണിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇതിപ്പോൾ അത് യൂസായി വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാനാകും. ഞാൻ വീഡിയോ ചെയ്തു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി ഗോസ്റ്റ് ഐഡിയ എനിക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ പഴയ പോലെ ഫേസ് കാണിക്കാതെ ചെയ്ത എല്ലാ വീഡിയോസും എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. പകരം പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഒന്നേന്ന് മുതൽ തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് വിഷമം അതല്ല, ഒരുപാട് നല്ല എഴുത്തുകാരുടെ ഒരുപാട് അനുഭവങ്ങൾ ആ ചാനലിലുണ്ട്. 250ഓളം വീഡിയോസ് അതിലുണ്ടായിരുന്നു. ആ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഒന്ന് വീണ്ടും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൽ ചില വീഡിയോകൾ വീണ്ടും ചെയ്യേണ്ടി വരും. വീണ്ടും അതേപടി ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും യൂട്യൂബ് പോളിസിക്കെതിരാകും. അതുകൊണ്ട് തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ രീതിയിൽ നന്നായി എഡിറ്റ് ചെയ്ത് വീണ്ടും അവതരിപ്പിക്കാം. ഞാൻ ചിലപ്പോൾ പറയുന്ന കഥകൾ മുമ്പൊരിക്കൽ ഞാൻ ചെയ്തതോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തതോ കഥയാകാം. വളരെ മാറ്റം വരുത്തി പൂർണ്ണമായി എഡിറ്റ് ചെയ്ത ശേഷമാണ് ഇനി എല്ലാ വീഡിയോസും ഞാനിടുക. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കഥകൾ മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് പോകാം. ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് എൻ്റെ അടുത്ത കൂട്ടുകാരൻ്റെ വലിയ പള്ളിയിൽ പെരുന്നാളായിരുന്നു. പെരുന്നാളിൻ്റെ ഭാഗമായി അവൻ ഞങ്ങളെ അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും അവൻ്റെ വീട്ടിൽ പോയി നന്നായി അടിച്ചു പൊളിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. +2 പഠിക്കുന്ന കാലമായതുകൊണ്ട് ഇതുപോലുള്ള പെരുന്നാൾ ആഘോഷങ്ങളും കൂട്ടുകാരുടെ ഒന്നിച്ചുള്ള യാത്രകളും ഞങ്ങൾക്ക് വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്ഷണം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. ഞാനും രാഹുലും അജിത്തും ചേർന്നാണ് കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തത്. അവിടെ പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ മുമ്പേ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും അനുവാദം വാങ്ങി കൂട്ടുകാരൻ്റെ പള്ളിയിലെ പെരുന്നാളിന് പോകാൻ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ യാത്ര തിരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവം നടന്നു. അജിത്തിന് ഒരു അപകടം പറ്റി. അവൻ എവിടേക്കോ നടന്നു പോകുന്നതിനിടയിൽ അബദ്ധത്തിൽ കാൽ വഴുതി ഉരുണ്ടു വീണു. ആ വീഴ്ചയിൽ അവൻ്റെ കൈക്ക് നല്ല രീതിയിൽ പരിക്കേറ്റു. അതുകൊണ്ട് തന്നെ അവൻ്റെ കൈക്ക് ഒട്ടും അനക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആ അവസ്ഥയിൽ ആ കൈയും വെച്ച് ഞങ്ങളോട് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം ഏകദേശം ഉറപ്പായി. അവൻ വരാത്തതിൽ ഞങ്ങൾ 2 പേർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ 3 പേരും കൂടി ഒന്നിച്ചു പോയി അടിച്ചു പൊളിക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. കൂട്ടുകാരൻ്റെ പള്ളിയിലെ പെരുന്നാളിൽ ഞങ്ങൾ ചെല്ലുമെന്ന് വാക്ക് കൊടുത്തതുകൊണ്ട് ഞങ്ങൾ ഒഴിവാകുന്നത് അവന് വലിയ വിഷമമാകും. അതുകൊണ്ട് തന്നെ അജിത്തിനെ തനിച്ചാക്കി ഞങ്ങൾ യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ 2 പേരും യാത്രയ്ക്കുള്ള ഭാഗമെടുത്ത് ബസ്സിൽ കയറി അവൻ്റെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. അജിത്ത് കൂടെ ഇല്ലാത്തതിൻ്റെ വിഷമം ഞങ്ങൾ 2 പേർക്കും ശരിക്കും ഉണ്ടായിരുന്നു. അവൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ യാത്ര കുറച്ചുകൂടി രസകരമായേനെ. പെരുന്നാളിൻ്റെ തലേദിവസം തന്നെ ഞാനും രാഹുലും കൂടി കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വീട് മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മാവനും അമ്മായിയും അതുപോലെ ഒരുപാട് ബന്ധുക്കളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കിടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവനാകെ പെട്ടിരിക്കുകയായിരുന്നു. അവന് ആ വന്നിരിക്കുന്ന ബന്ധുക്കളുമായി വല്ല അടുപ്പമോ കമ്പനിയോ ഒന്നുമില്ലായിരുന്നു. അതുമല്ല, അവർ സംസാരിക്കുന്ന കാര്യങ്ങളിലൊന്നും അവനൊട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലൊന്നും ഒട്ടും താല്പര്യമില്ലാതെ അവൻ മാറി നിന്നു. ഞങ്ങളെ കണ്ടപ്പോൾ മാത്രമാണ് അവന് വളരെ സന്തോഷമായത്. അത്രയും ആളുകളുടെ ഇടയിൽ വളരെ ഒറ്റപ്പെട്ടാണ് അവൻ ഇരുന്നത്. അവൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയുമായിരുന്നു അവിടെ വന്ന ബന്ധുക്കളോട് ഇടപഴകുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവനവൻ്റെ മുറിയിൽ കയറി അവൻ്റെ ലാപ്ടോപ്പിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുറത്തിറങ്ങിയാൽ ബന്ധുക്കൾ ഓരോ കാര്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുമെന്ന് കരുതിയാണ് അവൻ മുറിയടച്ച് ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങളവനെ നേരെ റൂമിൽ പോയി കണ്ടതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി താഴത്തെ ഹോളിലേക്ക് ഇറങ്ങി. വീട്ടിലുണ്ടായിരുന്ന അവൻ്റെ അമ്മയും അച്ഛനെയും പെങ്ങളെയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റു ബന്ധുക്കളോടും ഞങ്ങൾ സംസാരിച്ചു.
പിന്നെ ഞങ്ങൾ നേരെ ഡൈനിങ് ടേബിളിലേക്ക് പോയി അവിടെ വിളമ്പി വെച്ചിരുന്ന ഭക്ഷണം നന്നായി ആസ്വദിച്ച് കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞ് താഴെ ബന്ധുക്കളുടെ കൂടെ സംസാരിച്ച് നിൽക്കാൻ ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരനും ആ ബഹളത്തിൽ നിന്ന് സ്വസ്ഥമായി മാറി നിൽക്കാൻ ഒരു സ്ഥലം നോക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് വീടിൻ്റെ ടെറസിലേക്ക് കയറിപ്പോയി. ഞങ്ങൾ ടെറസിൽ കയറിയ സമയം ഏകദേശം രാത്രി 9 മണിയായി കാണും. മുകളിൽ വെളിച്ചം കുറവായിരുന്നു. ആകാശത്ത് നിലാവില്ലാത്തത് കൊണ്ട് നല്ല ഇരുട്ടുമായിരുന്നു. ഞങ്ങൾ 3 പേരും തറയിൽ ഒരു വശത്തായി ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ സ്കൂളിലെ വിശേഷങ്ങളെക്കുറിച്ചും +2 പഠനത്തെക്കുറിച്ചും വരാത്ത കൂട്ടുകാരനായ അജിത്തിൻ്റെ കൈക്ക് പറ്റിയ അപകടത്തെപ്പറ്റിയുമൊക്കെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. കൂടാതെ പഴയ ചില ഓർമ്മകളും തമാശകളും ഞങ്ങൾ പരസ്പരം പങ്കുവച്ചു. സംസാരിച്ചു തുടങ്ങി ഞങ്ങൾ സമയം പോയത് അറിഞ്ഞതേയില്ല. ഏകദേശം 10:30-11 മണി വരെ ഞങ്ങളവിടെ ഒച്ച ഉണ്ടാക്കാതെ ഒരുപാട് സംസാരിച്ചു കൊണ്ടിരുന്നു. ആ സമയം നന്നായി ആസ്വദിച്ചു. സത്യത്തിൽ ഞങ്ങൾ അവിടെ വെറുതെ കഥ പറഞ്ഞിരിക്കാൻ മാത്രമല്ല പ്ലാൻ ചെയ്തത്. രാത്രി ഇരുട്ടി വെളുക്കുവോളം അടിക്കുവാൻ വേണ്ടി ഞങ്ങൾ 3 ബിയറുകൾ ബാഗിലാക്കി അവിടെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഞങ്ങൾ ടെറസിലേക്ക് പോകുന്ന സമയത്ത് താഴത്തെ നിലയിൽ ഒരുപാട് ബന്ധുക്കളും ആളും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ബാഗ് അപ്പോൾ തന്നെ ടെറസിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അതുകൊണ്ട് ആ ബാഗ് ഞങ്ങൾ കൂട്ടുകാരൻ്റെ സ്വന്തം മുറിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ടെറസിലേക്ക് കയറിയത്. വീട്ടുകാരും ആ ബാഗ് എടുത്ത് നോക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. കാരണം അവൻ്റെ റൂമിൽ കയറി ആരെങ്കിലും എന്തെങ്കിലും പരിശോധിച്ചാൽ അവൻ വീട്ടിൽ വലിയ കലാപം ഉണ്ടാക്കുമെന്ന് വീട്ടുകാർക്ക് നന്നായി അറിയാമായിരുന്നു. അങ്ങനെയിരിക്കെ രാത്രി 11:30 കഴിഞ്ഞതോടെ അവൻ്റെ മുറിയിൽ പോയി ആ ബാഗ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ ബാഗ് ടെറസിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഞാൻ മെല്ലെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് നടന്നു. സ്റ്റെപ്പുകൾ ഓരോന്നായി ഇറങ്ങിച്ചെന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ആ സമയത്ത് ഡൈനിങ് ഹാളിൽ നല്ലപോലെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ വീടിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള ലൈറ്റുകളെല്ലാം തന്നെ ഓഫായിരുന്നു. മറ്റു റൂമുകളിൽ ലൈറ്റ് ഓഫ് ആണെങ്കിൽ തന്നെ ആരും ഉറങ്ങിയിട്ടില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ്റെ ആൻറ്റിമാർ മറ്റു മുറികളിലിരുന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്ന ശബ്ദം എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. അവർ മുറിയിലിരുന്ന് പതിയെ സംസാരിക്കുന്നതുകൊണ്ട് അവർ കേൾക്കാതെ ഞാൻ മെല്ലെ മുമ്പോട്ട് നടന്നു. അവരെങ്ങാനും പുറത്തേക്ക് വന്നാൽ ഞാൻ അവിടെ നിൽക്കുന്നത് കാണും എന്നൊരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും ബാഗ് എടുക്കുക എന്നതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. ഞാൻ സ്റ്റെപ്പുകൾ ഓരോന്നോരോന്നായി ഇറങ്ങി ഡൈനിങ് ഹാളിലേക്ക് വരുന്ന സമയത്താണ് അത് സംഭവിച്ചത്. ഞാൻ ഇറങ്ങി വരുന്നതിന് തൊട്ട് നേരെ ഓപ്പോസിറ്റ് ഒരു മുറിയുണ്ടായിരുന്നു. ആ മുറിയുടെ വാതിലിനടുത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു പെൺകൊച്ച് നിൽക്കുന്നത് കണ്ടു. ആ പെൺകുട്ടി അവിടെ നിന്നുകൊണ്ട് എന്നെ നോക്കി നന്നായി ചിരിക്കാൻ തുടങ്ങി. രാത്രി ഇത്രയും വൈകിയ സമയത്ത് ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ആ കുട്ടി അവിടെ നിന്ന് ബഹളം വയ്ക്കുകയോ ഉറക്കെ ചിരിക്കുകയോ ചെയ്താൽ അടുത്തുള്ള മുറിയിലെ ആൻറ്റിമാർ അറിയുമെന്നോർത്ത് ഞാൻ ഭയന്നു. മുകളിലിരുന്ന് ബിയർ അടിക്കാൻ വേണ്ടി താഴെ വന്ന് ബാഗ് എടുത്തുകൊണ്ട് പോകുന്ന കാര്യം വീട്ടുകാരറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ അവൾ ഒച്ച വെക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് വാ മൂടി കാണിച്ചു. ശബ്ദമുണ്ടാക്കരുത് എന്ന രീതിയിൽ ഞാൻ അവൾക്ക് കൈകൊണ്ട് വാണിംഗ് കൊടുത്തു. എൻ്റെ ആംഗ്യം കണ്ടപ്പോൾ അവൾ കിണുങ്ങി ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് തന്നെ നടന്നുപോയി. അവൾ അകത്തേക്ക് പോയപ്പോൾ എനിക്ക് വലിയ സമാധാനമായി. ഞാൻ അവിടെ തന്നെ അനങ്ങാതെ കുറച്ച് സമയം നിന്നു. ആൻറ്റിമാർ മുറിയിൽ ഇപ്പോഴും പഴയതുപോലെ സംസാരിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. അതിനുശേഷം ഞാൻ ഫോൺ എടുക്കാനും ബാഗ് എടുക്കാനും വേണ്ടി ഞാൻ കൂട്ടുകാരൻ്റെ മുറിയിലേക്ക് മെല്ലെ നടന്നു. അവിടെയെല്ലാം ഇരുട്ടായതുകൊണ്ട് എന്തിനെങ്കിലും തട്ടി ശബ്ദമുണ്ടാകുമോ എന്ന് ഭയന്നാണ് ഞാൻ മുമ്പോട്ട് പോയത്. ആ മുറിയിലേക്ക് പോകുമ്പോൾ ഞാൻ ചുറ്റുപാടും നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒട്ടും ശബ്ദമുണ്ടാക്കാതെ കൂട്ടുകാരൻ്റെ മുറിയുടെ വാതിൽ തുറന്ന് മെല്ലെ അകത്തേക്ക് കയറി. അവിടെ നല്ല ഇരുട്ടായിരുന്നു. എങ്കിലും എൻ്റെ ബാഗ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ഞാൻ കട്ടിലിൻ്റെ അടുത്തേക്ക് ചെന്ന് തറയിൽ വെച്ചിരിക്കുന്ന ആ വലിയ ബാഗ് കയ്യിലെടുത്തു. അതിനുശേഷം എൻ്റെ ഫോൺ അവിടെ ചാർജിങ്ങിൽ കുത്തിയിട്ടിരിക്കുകയായിരുന്നു. ബാഗും ഫോണും കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നി. ഇനി ആരുടെയും കണ്ണിൽപ്പെടാതെ മുകളിലേക്ക് കയറിപ്പോയാൽ മാത്രം മതി. ഞാൻ ആ ബാഗും പിടിച്ച് വളരെ പതുക്കെ പമ്മി തിരികെ സ്റ്റെയറിൻ്റെ അടുത്തേക്ക് നടന്നു. കാലടി ശബ്ദം പോലും കേൾക്കാത്ത വിധത്തിലാണ് ഞാൻ മെല്ലെ ചൂടുകൾ വെച്ചത്. എന്നാൽ ഞാൻ ആ സ്റ്റെപ്പുകളുടെ അടുത്തെത്താറായപ്പോൾ ചെറിയൊരു ചിരി വീണ്ടും ഞാൻ കേട്ടു. ആ രാത്രിയിലെ നിശബ്ദതയിൽ ആ ചിരി ഞാൻ കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ പേടിയോടെ പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കൊച്ചു പെൺകുട്ടി എന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടാണ് ആ ശബ്ദത്തിൽ ചിരിക്കുന്നത്. ഞാൻ അവളോട് അകത്തു പോകാൻ ആംഗ്യം കാണിച്ചെങ്കിലും പുറത്തേക്ക് വന്ന് അവൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ കൊച്ച് വിചിത്രമായ രീതിയിൽ എന്നെ നോക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കല്പം ഭയം തോന്നി. ഇനി അവളെങ്ങാനും ഒരുപാട് ശബ്ദമുണ്ടാക്കി ചിരിച്ചാൽ മുറിക്കുള്ളിലെ ആൻറ്റിമാർ വെളിയിലേക്ക് വരും.
ആരെങ്കിലും വന്ന് നോക്കിയാൽ അർദ്ധരാത്രി ഈ ഭാഗം പിടിച്ച് നിൽക്കുന്ന കാഴ്ച കാണുമ്പം തന്നെ ആളുകൾക്ക് എല്ലാം മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ ചിരി എങ്ങനെയെങ്കിലും എനിക്ക് നിർത്തണമായിരുന്നു. ഞാൻ കൈകൾ കാണിച്ചിട്ടൊന്നും അവൾ ചിരി നിർത്തുന്നില്ല. അവിടുന്ന് പോകാനും ശബ്ദമുണ്ടാക്കാതിരിക്കാനും കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. അവൾ ചിരി തുടർന്നുകൊണ്ടേയിരുന്നു. ആദ്യം അവളുടെ അടുത്ത് പോയി അവളുടെ വാ പൊത്തിയാലോ എന്ന് ചിന്തിച്ചു. പിന്നീട് പതുക്കെ സംസാരിക്കാൻ പറയണമെന്ന് തോന്നി. ഞാൻ പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്നു. പക്ഷെ ഞാൻ അവളുടെ അടുത്തെത്തുന്നതിന് തൊട്ട് മുമ്പ് അവൾ പെട്ടെന്ന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു വാതിൽ വഴി പുറത്തേക്ക് ഓടിപ്പോയി. അത്രയും നേരം ഞാൻ അവിടെ നിന്നിട്ടും ആ വാതിൽ തുറന്നു കിടക്കുന്നതായി എനിക്ക് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. രാത്രി ആയതുകൊണ്ട് വീട്ടുകാർ എല്ലാ വാതിലും പൂട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇപ്പോൾ ആ വാതിൽ വഴി അവൾ ഇറങ്ങി ഓടിയപ്പോൾ മാത്രമാണ് അങ്ങനൊരു വാതിൽ അവിടെ തുറന്നു കിടപ്പുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചത് തന്നെ. ആ കൊച്ചു പെൺകുട്ടി ഒറ്റയ്ക്ക് ആ രാത്രിയിൽ പുറത്തേക്ക് ഓടുന്നത് കണ്ടപ്പോൾ എനിക്ക് ചെറുതായൊരു പരിഭ്രമം തോന്നി. കയ്യിലുണ്ടായിരുന്ന ബാഗ് അവിടെ ഉണ്ടായിരുന്ന ചെറിയ മേശയ്ക്കടിയിലേക്ക് ഒളിപ്പിച്ചു വെച്ച ശേഷം അവൾ പോയ വാതിലിലൂടെ ഞാനും പുറത്തേക്ക് ഇറങ്ങി ഓടി. അവൾ എങ്ങോട്ടാണ് പോയതെന്നും പോയടുത്തു നിന്ന് തിരിച്ചു വിളിച്ച് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഞാൻ അവൾക്ക് പുറകെ ഓടിയത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവൾ വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടുന്നത് കണ്ടു. അവളാണെങ്കിൽ നേരെ വെച്ച് പിടിക്കുന്നത് വീടിൻ്റെ മെയിൻ ഗേറ്റിലേക്കാണ്. ആ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കുറച്ചധികം അകലെയായിട്ടായിരുന്നു ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നോക്കിയപ്പോൾ ആ വലിയ ഇരുമ്പ് ഗേറ്റും നല്ലതുപോലെ തുറന്നു കിടക്കുകയാണ്. സാധാരണഗതിയിൽ രാത്രിയാകുമ്പോൾ ആ ഗേറ്റൊക്കെ അകത്തുനിന്ന് നല്ലതുപോലെ പൂട്ടാറുള്ളതാണ്. എന്നാൽ ഈ പാതിരാത്രിക്ക് ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ട് എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ അവളെ എങ്ങനെയെങ്കിലും പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ പരമാവധി വേഗത്തിൽ അവളുടെ പുറകെ ഓടി. പക്ഷേ ഞാൻ എത്ര ശക്തിയിൽ ഓടിയിട്ടും അവളെ കയ്യെത്തി പിടിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവൾ എന്നേക്കാൾ ഒരുപാട് മുന്നിലാണ് ഓടിക്കൊണ്ടിരുന്നത്. ഒരു ചെറിയ കുട്ടിക്ക് ഇത്രയും വേഗത്തിൽ ഓടാൻ പറ്റുമോ എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു സാധാരണ കുട്ടിക്ക് ഇത്രയും സ്പീഡിൽ ഓടാൻ ഒരിക്കലും കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ എനിക്കെന്തോ വല്ലായ്ക തോന്നി. എന്തോ ഒരു പന്തികേടുള്ളതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത തോന്നിയെങ്കിലും ആ ഓട്ടം ഞാൻ നിർത്തിയില്ല. പെട്ടെന്ന് തന്നെ വളരെ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ആ ഗേറ്റിലേക്ക് എത്തി. ഞാൻ അവളുടെ പുറകെ ഓടി. എനിക്ക് നല്ലതുപോലെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ അവൾക്കൊട്ടും തളർച്ചയോ വേഗത കുറവോ ഉണ്ടായിരുന്നില്ല. ഈ അർദ്ധരാത്രിയിൽ അവൾ എന്തിനാണ് ഗേറ്റിന് പുറത്തേക്ക് ഓടുന്നതെന്ന് ആലോചിച്ച് ഞാൻ ഭയന്നു നിന്നു. അവൾ ഗേറ്റിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഞാൻ കൂടുതൽ വേഗത്തിൽ ശക്തി സംഭരിച്ച് അവളുടെ പിന്നാലെ ഓടി. അവൾ ഓടിച്ചെന്ന് ആ വലിയ ഗേറ്റിന് പുറത്തേക്ക് ഓടിപ്പോയി. അവൾ ഗേറ്റ് ഇറങ്ങിപ്പോയ ആ കൃത്യസമയത്ത് ആ ഗേറ്റിൻ്റെ അരികിലായി ഒരു സ്ത്രീ വന്നു നിന്നു. ആ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങിയ ആ നിമിഷം ആ സ്ത്രീ ഓടി വന്ന് ആ കുട്ടിയെ കൈകളിലെടുത്തു. കുട്ടിയെ കയ്യിലെടുത്ത ആ സ്ത്രീ ആ കുട്ടിയെ കൊണ്ട് റോഡിലേക്ക് ഓടാൻ തുടങ്ങി. ഈ സമയത്തൊരു കാർ അതിവേഗത്തിൽ റോഡിലൂടെ പാഞ്ഞു വരികയായിരുന്നു. ആ സ്ത്രീ കുട്ടിയുമായി മുമ്പിലോട്ട് ഓടിയതും കാർ അവിടേക്ക് പാഞ്ഞു വന്നതും ആ ഒരൊറ്റ നിമിഷത്തിലായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞുപോയി. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ശരിക്കും മനസ്സിലാക്കി എടുക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല. എല്ലാം കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് അവിടെ സംഭവിച്ചത്. റോഡിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. ആ ഭയാനകമായ കാഴ്ച കണ്ടതോടെ ഞാൻ അവിടെ തന്നെ പേടിച്ച് മരവിച്ച് നിന്നുപോയി. എനിക്ക് അവിടുന്ന് ഒരടി പോലും മുന്നോട്ട് മാറാനോ പിന്നോട്ട് മാറാനോ കഴിഞ്ഞില്ല. എൻ്റെ കൈയും കാലുമൊക്കെ നല്ലതുപോലെ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്നുപോയ അവസ്ഥയിലായിരുന്നു ഞാനവിടെ നിന്നത്. എൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ നടന്ന കാര്യം എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ സ്തംഭിച്ച് നിൽക്കുന്ന സമയത്താണ് എൻ്റെ പിന്നിൽ നിന്നും ഡാ എന്നൊരു വിളി കേട്ടത്. ആ വിളി കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ആ ഉച്ചത്തിലുള്ള വിളി കേട്ട് ഞാൻ കണ്ണു തുറന്നു നോക്കി. ഞാൻ ബോധം വീണ്ടെടുത്ത് നോക്കുമ്പോൾ എൻ്റെ ചുറ്റും ഒരുപാട് ആളുകൾ നിൽക്കുന്നത് കണ്ടു. ടെറസിൽ നിന്ന് ഇറങ്ങി വന്ന എൻ്റെ 2 കൂട്ടുകാരും താഴെ ഇറങ്ങി എൻ്റെ അടുത്തായി നിൽപ്പുണ്ടായിരുന്നു. അവരെ കൂടാതെ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയും മറ്റു ബന്ധുക്കളും എൻ്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും എന്നെ നോക്കി ചുറ്റും പരിഭ്രമിച്ച് നിൽക്കുകയാണ്. ഞാൻ ആ സമയത്ത് നിൽക്കുന്നത് വീടിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അടുത്താണ്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ആ വീടിൻ്റെ മെയിൻ ഗേറ്റ് നല്ലതുപോലെ പൂട്ടിയിരിക്കുന്നു. ഞാൻ ആ പൂട്ടിയിരിക്കുന്ന ഗേറ്റിൽ 2 കൈ കൊണ്ട് മുറുക്കെ പിടിച്ചു. എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ കൈകൾ ആ ഗേറ്റിൽ നിന്ന് മാറ്റാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഈ നിൽപ്പ് കണ്ടിട്ടാണ് വീട്ടിലുള്ള എല്ലാവരും എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ചുറ്റും നിൽക്കുന്നത് കണ്ടത്. എന്നോട് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും മാറി മാറി ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയം കാരണം ഒന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവിടുത്തെ അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്നത്. എൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ അച്ഛനും മറ്റുള്ളവരും ചേർന്ന് എന്നെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി.
എന്തിനാണ് ഈ അർദ്ധരാത്രിക്ക് പുറത്തേക്ക് ഓടിയതെന്നും അവിടെ പോയി പേടിച്ചു പറിച്ച് നിൽക്കുന്നതും എന്ന് ബന്ധുക്കളും അച്ഛനും അമ്മയുമൊക്കെ എന്നോട് ചോദിച്ചു. അവർ ഡൈനിങ് റൂമിലെ കസാരയിൽ എന്നെ ഇരുത്തിച്ചു. എൻ്റെ മനസ്സിൽ ആ കൊച്ചുകുട്ടിയും ആ കൊച്ചിനെയും കൊണ്ടുപോടിയ സ്ത്രീയും അവരെ വന്നിടിച്ച കാറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അനുഭവിച്ച ഭയം കാരണം എൻ്റെ നാക്ക് വരെ വരണ്ടു തുടങ്ങിയിരുന്നു. അവർ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തന്നു. ആ വെള്ളം കുടിച്ചപ്പോഴും എൻ്റെ കൈകൾ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചുറ്റും നിൽക്കുന്നവർക്കൊന്നും ഞാൻ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വിറയൽ ചെറുതായിട്ട് കുറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് എന്താണ് സംഭവിച്ചതെന്ന് കാര്യമായിട്ട് ചോദിച്ചു. ഞാൻ കണ്ട കാര്യങ്ങൾ അവരോട് അതേപടി പറയാൻ തീരുമാനിച്ചു. ഞാൻ ബാഗെടുക്കാൻ വേണ്ടി താഴേക്ക് വന്നപ്പോൾ ചെറിയ പെൺകുട്ടി എന്നെ നോക്കി ചിരിച്ച കാര്യവും അവൾ പുറത്തേക്ക് ഓടിയ കാര്യവും അവൾ ഗേറ്റിങ്ങിലേക്ക് ഓടി അവളെ ഒരു സ്ത്രീ പിടിച്ചുകൊണ്ട് പോയി അവർക്ക് കാർ ആക്സിഡൻറ്റ് ഉണ്ടായ കാര്യവും ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കേട്ട് അവിടെയുള്ളവർ ആകെ അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് അച്ഛൻ ആ സത്യം എന്നോട് പറയുന്നത്. ആ പ്രായത്തിലുള്ളൊരു കുട്ടി ഇവിടെ വന്നിട്ടില്ല. അവിടെ ബന്ധുക്കളുടെ കൂട്ടത്തിലോ അയൽപ്പക്കത്തോ അങ്ങനെ ഒരു കുട്ടി ഇല്ലായിരുന്നു. മാത്രമല്ല, അവർ ഉറങ്ങുന്നതിന് മുമ്പായി മുൻവശത്തെ വാതിലും ഗേറ്റുമെല്ലാം ഭംഗിയായി അടച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്കോ കുട്ടിക്കോ ഒരിക്കലും അകത്തേക്ക് കടന്നു വരാനും കഴിയില്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ട് വീട്ടുകാരും അവിടെയുള്ള ബന്ധുക്കളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഞാൻ പറയുന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കള്ളം പറയുകയാണോ അതോ എനിക്കെന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടോ എന്നാണ് അവർ ചിന്തിക്കാൻ തുടങ്ങിയത്. ഞാൻ അത്രയധികം പേടിച്ചാണ് ഇരുന്നത്. എൻ്റെ കൂട്ടുകാരൻ രാഹുൽ എൻ്റെ അടുത്തിരുന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷേ എൻ്റെ ഉള്ളിലെ ഭയം അപ്പോഴും കുറയുന്നുണ്ടായിരുന്നില്ല. ഞാൻ കണ്ടത് വെറും തോന്നലാണോ എന്ന് അപ്പോൾ എനിക്ക് സംശയമായി. ഈ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായി മാറി. പിന്നീട് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞും എനിക്ക് ആ ട്രോമയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല. എൻ്റെ സ്വപ്നങ്ങളിൽ പലപ്പോഴും ആ പെൺകുട്ടിയും സ്ത്രീയും വന്നുകൊണ്ടിരുന്നു. ഇതൊക്കെ വെറും തോന്നലായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വ്യക്തമായി ഞാൻ കണ്ടതാണ്. ആ കുട്ടി പുറത്തേക്ക് ഓടിപ്പോകുന്നതും ആ സ്ത്രീ ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നതും അവർ ആക്സിഡൻറ്റിൽ പെടുന്നതും. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ മദ്യപിക്കുന്നതിന് മുമ്പാണ് ഇത് കണ്ടത്. ഞാൻ മദ്യപിച്ചിട്ടാണ് ഈ കാര്യം കണ്ടതെങ്കിൽ അത് മദ്യത്തിൻ്റെ കുഴപ്പമാണെന്നെങ്കിലും പറയാമായിരുന്നു. പക്ഷേ ഇതെൻ്റെ കൺമുന്നിൽ നടന്ന പച്ചയായ യാഥാർത്ഥ്യമാണ്. ഞാനിത് കൂട്ടുകാരനോടോ കൂട്ടുകാരൻ്റെ അച്ഛനോടോ മറ്റുള്ളവരോടോ പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല. അതിനുശേഷമാണ് ഈ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തോന്നിയത്. എന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിർത്തുന്നു.